വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല മഴയാണ് ഈ 2-3 ദിവസങ്ങളിലായിട്ട്. പക്ഷേ ഇന്ന് എന്തോ മഴയ്ക്ക് കുറച്ചൊന്ന് കുറവുണ്ട്. വെയിലില്ലെങ്കിലും മഴയില്ല കേട്ടോ. ഇന്നാണെങ്കിൽ നമുക്കൊരു കല്യാണമുണ്ട്, സോ റെഡി ആകാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം വ്ളോഗായിരിക്കും. ഞാനിന്ന് സാരിയാണ് ഡ്രേപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ എൻ്റെ സാരി കാണിച്ചു തരാം. വെയിറ്റ്, ഇതാണ് സാരി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കിട്ടിയിട്ടൊരു 6 month ആയിട്ടുണ്ട്. എൻ്റെ കല്യാണ സമയത്ത് കിട്ടിയ സാരിയാണ്. പക്ഷേ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു അൺബോക്സിങ് വീഡിയോയിലൊന്നും ഈ സാരി കാണിച്ചിട്ടില്ല. കാരണം ഇത് റിസപ്ഷന് കിട്ടിയ സാരിയാണ്. സോ ആരും എനിക്ക് തന്നേന്ന് അറിയില്ല. വിഷ്ണുവിൻ്റെ ഫാമിലി ഓർ റിലേറ്റീവ്സ് ആണോ അതോ എൻ്റെ ഫാമിലി ഓർ റിലേറ്റീവ്സ് ആണോ ഒന്നും എനിക്കറിയില്ല. എനിവേ ഈ ഒരു സാരി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ സാരി തന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് സാരി. കളർ കോമ്പിനേഷൻ ആയാലും അടിപൊളിയുണ്ടോ. ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ്, നേവി ബ്ലൂ. ഇപ്പോൾ അതായത് ലാസ്റ്റ് 2 ദിവസം മുൻപാണ് ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. ചുമ്മാ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്, എപ്പോഴെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോഴേക്കും ഒരു കല്യാണം വന്നു. വിച്ചുവിൻ്റെ ഫാമിലി ഫ്രണ്ട് ആരും ആണ്, അതായത് റിലേറ്റീവ് അല്ല, ഇവിടെ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ ആരുമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സാരി എടുത്തിട്ടാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. എൻ്റെ ബ്ലൗസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. സ്ലീവ് ഞാനിത് ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. അത് ഞാൻ കൈ കുറച്ചിങ്ങനെ തടിയുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. എന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി സാരി. എന്തായാലും നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സാരി ഡ്രേപ്പ് ചെയ്യാൻ എനിക്ക് പണ്ടേ അറിയാം കേട്ടോ. കാരണം ഞാനിങ്ങനെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്ത് കളിക്കാറുണ്ട്, അമ്മയുടെ സാരി കേട്ടോ. അതുകൊണ്ട് സാരി ഡ്രേപ്പ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ എൻ്റെ ചേച്ചിക്ക് അങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്യാൻ അറിയില്ല. കാരണം ചേച്ചി പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിച്ചു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു. ഈ സാരിയിലെ ബോർഡർ അത്യാവശ്യം നല്ല ഇങ്ങനെ സ്റ്റോൺ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ മോഡൽ സാരി ഉണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടിയത് കാരണം നന്നായി. ഇങ്ങനത്തെ ഒരു സാരി വാങ്ങാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ബോർഡർ സ്റ്റോൺ വരുന്നത്. എനിവേ ഗിഫ്റ്റായിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെ എടുത്തിടുന്നു. അത് വേണ്ട അല്ലേ, നമുക്ക് 1 ലെയർ തന്നെ ഇടാം. എനിക്ക് 1 ലെയറാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇങ്ങനെ ഒതുങ്ങി കിടക്കണ കാരണം കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വഴുകി ഇങ്ങനെ പോവുക കേട്ടോ സാരി. സാധാരണ നോർമൽ സാരിയൊക്കെ ആണെങ്കിൽ കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ ഒതുങ്ങി നിൽക്കൂലേ. പക്ഷെ ഇതിങ്ങനെ ആ മെറ്റീരിയൽ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ പോവുക. അത് കാരണം എന്താ, ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. എത്ര തടി ഉണ്ടെങ്കിലും ഇങ്ങനെ ഒട്ടി കിടക്കും. ഓക്കെ, പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇറക്കമൊക്കെ നോക്കണം. എനിക്ക് കൂടുതൽ എപ്പോഴും മിസ്റ്റേക്ക് വരെ ബാക്കിൽ ഇറക്കാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് ഡ്രൈപ്പ് ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ നോർമലി ഇങ്ങനെ അഴിച്ചിടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എടുത്തുനിന്ന് പിൻ ചെയ്യാമെന്ന് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പിൻ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം എനിക്കിത് എന്തായാലും ഇങ്ങനെ പിടിക്കണം. കാരണം കുറച്ച് ഞാൻ ഇവിടെ ഈ ഭാഗം ബാക്കിൽ പല്ലു ഞാൻ കുറച്ച് ഇറക്കിയിട്ടുണ്ട്, അതുകൊണ്ട്. സോ നമുക്ക് ഈ ബോർഡറിൻ്റെ വിഡ്ത്തിൽ നമുക്ക് കുറച്ചൊന്ന് എടുക്കാം പെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, കയ്യിലിങ്ങനെ നിൽക്കുന്നില്ല ഒതുങ്ങിയിട്ട്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഗ്രീനാണ്, ഡബിൾ ഷെയ്ഡ് ആയ കാരണം. സോ കറക്റ്റായില്ലേ, നമുക്ക് പിൻ ചെയ്യാം. ഓക്കെ, സെറ്റ്. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ ക്ലിയറായിട്ട്? ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. സാരി നല്ലോണം അങ്ങോട്ട് തിളങ്ങണ കാരണം നമുക്കിനി ഫേസും കൂടി ഒന്ന് തിളപ്പിക്കാം. ഒരു ഗ്ലോ കൊണ്ടുവരാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും എടുത്ത് പറയുന്നില്ല. ടോണർ സ്പ്രേ ചെയ്തു കേട്ടോ ഫസ്റ്റ്. സോ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. കുഞ്ഞ ഫാനുണ്ട് കേട്ടോ കയ്യിൽ.
അതൊക്കെ വെച്ച് ഒന്നിങ്ങനെ ഡ്രൈ ആക്കാൻ പെട്ടെന്ന്. ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ലൈറ്റ് വെക്കണം, എക്സ്ട്രാ ലൈറ്റ് സാധനങ്ങൾ. ലൈറ്റിൽ ചാർജ് ഉണ്ടാവാനും ചാൻസ് കുറവാണ്. ലൈറ്റ് വേണോ? ലൈറ്റ് വെക്കാം അല്ലേ? ഏത് ലൈറ്റ് വേണം? ഒരു മിനിറ്റ് കേട്ടോ. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്നറിയോ? കറണ്ട് പോയി ഗൈസ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിറ്റ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയായിരുന്നു ലൈറ്റൊക്കെ ഒന്ന് വെച്ചിട്ട്, അപ്പോഴേക്കും കറണ്ട് പോയി. ഇനി എപ്പോൾ കറണ്ട് വരുന്ന അറിയില്ല. എന്തായാലും ഇതൊരു മേക്കപ്പ് വ്ളോഗൊന്നും അല്ലല്ലോ, ഒരു കല്യാണ വ്ളോഗല്ലേ. അപ്പോൾ മേക്കപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ സ്റ്റെപ്പ് വേഗം ചെയ്ത് പോകാം കേട്ടോ. ഇനി എപ്പോഴാണ് കറണ്ട് വരികയെന്ന് അറിയില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല, കാരണം നമ്മുടെ അടുത്ത് സമയം കുറച്ച് കുറവാണ്. ഞാൻ ഫ്ലിക്കയുടെ പ്രീമിയം യൂസ് ചെയ്യണം. വീഡിയോ ആയിട്ട് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം സിമിലറാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയാതെ കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ വരുത്തും. സാരി തിളങ്ങിയ പോലെ നമ്മുടെ ഫേസ് ഇങ്ങനെ തിളങ്ങും. ഞാൻ 2 വിൻഡോസിൻ്റെയും ബ്ലൈൻഡ്സില്ലേ കർട്ടൻ, അത് ഓപ്പൺ ചെയ്തിട്ടു കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ട്. കൺസീൽ ചെയ്യാം. കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട് എനിക്ക് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ വെച്ചു നല്ല ലേറ്റായിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്, കുറച്ചധികം വർക്കുള്ള കാരണം. അപ്പോൾ എൻ്റെ ഉറക്കം ലേറ്റായിട്ടാണ്, അത് പിന്നെ ഡാർക്ക് സർക്കിൾ വരും. എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് കണ്ടുണ്ടോ, പിഗ്മെൻറ്റേഷൻ കണ്ടോ, അവിടെയൊക്കെ ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പറ്റിയിരിക്കും. ലൈറ്റ് അതൊക്കെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് കണ്ണാടി നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഞാനേ ഫൗണ്ടേഷൻ അല്ലേ ഇത്? ഫൗണ്ടേഷൻ എനിക്കറിയില്ല എത്ര നേരം ഈ ലൈറ്റ് ഉണ്ടാവുമെന്ന്, കാരണം ഇത് ഇന്നലെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതും പെട്ടെന്ന് ഓഫായി പോവാ. എന്തായാലും കറണ്ട് വന്നു കേട്ടോ. ഒരു സൗണ്ട് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ, AC ഓണായി വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈറ്റും എത്ര വേണമെങ്കിൽ പോവാം, കറണ്ടിന് പോകാൻ മതി. എന്നൊരു ചടപടേന്നുള്ളൊരു മേക്കപ്പ് തോന്നുന്നുണ്ട്. ഫൈനൽ ലുക്ക് നന്നായാൽ മതിയായിരുന്നു. ഞാൻ കൈ കൊണ്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ആയിട്ടോ കൈ കൊണ്ടൊക്കെ മേക്കപ്പ് ചെയ്തിട്ടും. ഇപ്പോൾ ഫുള്ള് ബ്രഷിൻ്റെ പിന്നാലെ ഉണ്ടോ. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൈയാണ് ശരിക്കുള്ള നമ്മുടെ ഒരു ബ്ലെൻഡർ എന്ന്. കറക്റ്റായി എന്ന് തോന്നുന്നു. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഭയങ്കര അടുത്ത് വന്ന് നിൽക്കുമ്പോഴേ കുറേ ഉള്ള പോലെ മേക്കപ്പ് തോന്നും. അപ്പോൾ ഞാൻ മിററിലൊന്ന് നോക്കി പോയിട്ട് അപ്പോൾ സെറ്റിംഗ് പൗഡറാണ് കേട്ടോ എടുത്തേക്കണം. പാക്കല്ല PAC പാക്ക് തന്നെ പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഞാനിത് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഒരു ഹറിബറി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ഇത്ര സ്പീഡിൽ മേക്കപ്പ് ചെയ്യാറില്ല, പക്ഷേ ലൈറ്റ് കറണ്ട് ഇതൊക്കെ എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. സെറ്റായെന്ന് വിചാരിക്കുന്നു. ഐബ്രോസ് സെറ്റ് ചെയ്യാം. ത്രെഡ് ചെയ്തിട്ട് കുറച്ചധികം മാസമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് എന്തെങ്കിലും ഒരു ഷേപ്പാക്കി കൊടുക്കട്ടെ. ഓക്കെ, അധികമൊന്നുമില്ല, ചെറുതായിട്ട്. ഓക്കെ, നമുക്കിനി ഐ ഷാഡോ ഇട്ട് കൊടുക്കാം.
ബ്ലഷ് ശരിയാവില്ല. എന്തായാലും ഈ അടുത്ത് പോയിട്ട് ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യണം. ഐബ്രോസിൻ്റെ ഷേപ്പ് ആകെ പോയിരിക്കുകയാണ്. എനിക്ക് ഐബ്രോസ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും കറക്റ്റ് കിട്ടുന്നില്ല, അതിൻ്റെ ഷേപ്പ് ഫുള്ള് പോയിട്ട്. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ഇനി ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. എന്തായാലും ഇത്രയും തിളക്കുണ്ട്, അപ്പോൾ കണ്ണിനും കൂടി ഒരു തിളക്കായിക്കോട്ടെ. ഓവറാക്കണ്ടല്ലേ, എത്ര മതി. തിളക്കല്ലേ ഈ കണ്ണിന്? തിളക്കണ്ട്. ഇതാണ് എൻ്റെ കണ്ണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, അത്യാവശ്യം നല്ല ഗ്ലിറ്ററൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണിൽ കുറച്ച് കൂടിപ്പോയിരുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഈ കണ്ണിലും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. വാവ്, സൂപ്പർ. നെക്സ്റ്റ് ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര തിന്നായിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട്, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അയ്യോ, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ഐ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്ത സെയിം ഷെയ്ഡ് കണ്ണിൻ്റെ അടിയിൽ കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഉറങ്ങാത്ത കണ്ണ് പോലെ ഉണ്ടോ, ചോന്നിരിക്കണ്ട. ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത് ഞാൻ തന്നെ കമൻറ്റ് അടിക്കാൻ എന്നെ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ ഇതിൽ നോക്കി അപ്ലൈ ചെയ്യുന്നില്ല, കണ്ണാടി നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വേഗം വരാം കേട്ടോ. ഞാൻ വളരെ തിന്നായിട്ടാണ് കേട്ടോ കണ്ണെഴുതിയ. സാധാരണ എനിക്കിങ്ങനെ കിട്ടാറില്ല, പക്ഷേ ഇന്ന് എന്തോ കിട്ടി. ലോട്ടറി അടിച്ചു എനിക്ക്. മസ്കാരയാണ് കേട്ടോ ഇത്, ലാക്മിയുടെ. ഞാൻ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിക്കുന്നുണ്ട്. മാറ്റാനല്ല കേട്ടോ, കുറച്ച് പുതിയ പ്രൊഡക്ട്സ് വാങ്ങാമെന്ന്. ഇതൊക്കെ തീരാറായി, അതുകൊണ്ട് കുറച്ച് നല്ല പ്രൊഡക്ട്സ് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഞാനതൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാം. നല്ല പ്രൊഡക്ട്സ് കേട്ടോ. ഓക്കെ, മസ്കാര അത്യാവശ്യം ഇട്ടപ്പോൾ തന്നെ നല്ല ഭംഗി കണ്ടോ. കണ്ണിൻ്റെ ഒരു ലുക്ക് അങ്ങോട്ട് മാറി. താഴത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ, എനിക്കറിയില്ല ഗൈസ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ അതുപോലെ തന്നെ മസ്കാര ഇടുമ്പോൾ എങ്ങനെ പിടിക്കും നോക്കാം. പിന്നെ വീഡിയോ എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ പിടിക്കാം. ഒരുവിധം എല്ലാവരും കണ്ണെഴുതുമ്പോഴും ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ മുഖത്തിൽ ഓരോ എക്സ്പ്രഷൻസ് ഇടാറുണ്ടല്ലേ. സെറ്റായോ? കാണില്ല കറക്റ്റായിട്ട്, ലൈറ്റ് കുറവായ കാരണം. ഓക്കെ, മതി, ഓവറാക്കി ചളാക്കട്ട. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരുമ്പണ സൗണ്ടൊക്കെ കേൾക്കും. ഇവിടെ അമ്മ തിരുമ്പുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബ്ലഷ് ഇട്ട് കൊടുക്കാം, കുറച്ച്, വളരെ കുറച്ച്. കഴിഞ്ഞു കേട്ടോ, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇന്ന് ഭയങ്കര സ്പീഡിൽ ചെയ്ത കാരണം പെട്ടെന്ന് കഴിഞ്ഞു. പറഞ്ഞ സമയത്തിനെക്കാട്ടും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മേക്കപ്പ്. ഞാൻ പോസ്റ്റായിട്ടിരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഗൈസ്, എൻ്റെ ലൈറ്റ് ചത്തു. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിൻ്റെ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും നിൽക്കാമെന്നും, അതങ്ങോട്ട് നിന്നു. ഇത്ര നേരം കണ്ട എൻ്റെ മുഖം ഇപ്പം കണ്ട മുഖം നല്ല വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ ലൈറ്റിൻ്റെ. ലൈറ്റ് ഞാൻ ചാർജ് ഇടാൻ പറ്റും നോക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. ഫൈനലി നമ്മുടെ ലൈറ്റ് ഞാനൊന്ന് ചാർജ് ആക്കി വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ജ്വല്ലറീസൊക്കെ ഇട്ടു. അതായത് ഈ കയ്യിൽ വട, ഈ കയ്യിൽ വാച്ച്, പിന്നെ ഇതാ പേളിൻ്റെ കമ്മൽ, പിന്നെ മാല ഓൾറെഡി ഉള്ള കാരണം പിന്നെ അതിടേണ്ട ആവശ്യമില്ല. ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. ലിപ്സ്റ്റിക് ഇടാനുള്ള കാരണം എനിക്ക് എന്താ ചുണ്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നത്. എന്തൊക്കെ വരുന്നത് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ലേ. ദൈവമേ, ചെറുതായി കൂടിപ്പോയി, തുടയ്ക്കാൻ വേണ്ടി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ ഇട്ട് വന്നപ്പോൾ ഡാർക്കായി. അപ്പം ഞാൻ വിചാരിക്കാം ഇത് മിക്സ് ആക്കാം കേട്ടോ, നല്ലത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഓക്കെ, കറക്റ്റ്. ശരിക്കും ഈ ക്യാമറയിൽ കാണുന്ന ഷെയ്ഡല്ല കേട്ടോ, ഇത് കുറച്ചും കൂടി ലൈറ്റാണ്. എക്സ്ട്രാ ലൈറ്റ് വെച്ചെടുക്കുന്ന കാരണം കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. നമ്മുടെ ബ്യൂട്ടി സ്പോട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. അത് ആ ഫൗണ്ടേഷനൊക്കെ ഇട്ടപ്പോൾ അങ്ങോട്ട് മങ്ങിപ്പോയി.
സെറ്റ്. ലാസ്റ്റായിട്ട് കുറച്ച് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഇട്ടത് ഇപ്രാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ സാരി ഫുള്ള് ഇങ്ങനെ തിളങ്ങണ കാരണം നമുക്ക് ഫേസ് അതുപോലെ ആക്കാം. മഴ ഇല്ലാട്ടോ, അതാണ് രക്ഷപ്പെട്ടു. മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടേനെ. കാറിലാണ് നമ്മൾ പോണത്, എന്നാൽ കൂടി സാരിയൊക്കെ എടുത്ത് പോകണതല്ലേ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. അത് കാരണം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐബ്രോസിൻ്റെ താഴ്ഭാഗത്തും കൂടി എപ്പോഴും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, അവിടെ ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയൊരു ഇതിലങ്ങനെ കുറേ വരുന്നു, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ കൂടെ ഇടാം. എന്തായാലും കുറച്ച് ബാക്കി വന്നു, കുറച്ച് ഫോർഹെഡിലും കൂടെ ഗ്ലോ ആക്കാം. ഫേസ് ഫുൾ അങ്ങനെ ഗ്ലോ ആയിട്ടുണ്ട്. ലൈറ്റ് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നുന്നു, അറിയില്ല, നോക്കാം. സെറ്റാണ്, പക്ഷേ ക്യാമറയിൽ നോക്കുമ്പോൾ ഭയങ്കര ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചിങ്ങനെ എടുത്ത് കാണാൻ ഇതുപോലെ തോന്നാട്ടോ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്കില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, മാക്കിൻ്റെ. എന്നോട് ക്ഷമിക്കണം ഗൈസ്, ഞാൻ അറിഞ്ഞിരുന്നില്ല മൈക്ക എൻ്റെ മേലിൽ നിന്ന് പോയ കാര്യം. ഞാൻ മറ്റേത് ചാർജിലിടാൻ വെച്ചപ്പോൾ ഞാൻ മൈക്ക ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയാലും ക്ലിപ്പായാലും ഹൈലൈറ്ററിൻ്റെ ക്ലിപ്പായാലും ഞാൻ മൈക്കല്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഫൈനലി ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ തീരെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് 1-2 കോൾ വന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കി കോൾ ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. അതാകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ തീരെയും ടൈം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വേഗം റെഡിയായി. പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. വോയിസ് ഓവർ അല്ല, ഓൺ വോയിസിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഹെയർ ഇതുപോലെ അങ്ങനെ കെട്ടി വെച്ചു കേട്ടോ, പോണിറ്റയിൽ. സാധാരണ ഞാൻ സാരിക്ക് ഇങ്ങനെ കെട്ടാറില്ല, എന്താ ഇങ്ങനെ കെട്ടിയോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ഒരു സാരി എടുത്തപ്പോൾ ഇങ്ങനെ കെട്ടാൻ തോന്നി. സാധാരണ അഴിച്ചതാണ് കേട്ടോ ചെയ്യാറുള്ളത് എപ്പോഴും. കാറിലാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 to 20 minutes ഉണ്ട് ഓഡിറ്റോറിയത്തിലേക്ക്. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, അതുപോലെ തന്നെ വാമിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളാണ് പോണത്. അമ്മയും വാമിയും ബാക്കിലിരുന്നു കേട്ടോ. സോ അങ്ങനെ ഫൈനലി നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ മാമിയുടെ ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫ്ലവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാമി വിക്ടറി കാണിക്കുമായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിലിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ സീറ്റ് കിട്ടി. പിന്നെ നമ്മൾ ചെക്കനെയും പെണ്ണിനെയും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതാണ് ചെക്കനും പെണ്ണും. എനിക്ക് ഇവരാരാന്ന് കറക്റ്റായിട്ട് അറിയില്ല. അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മക്കളുടെ കല്യാണമാണ് കേട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ അവരെ കണ്ടു. സ്റ്റേജിൽ നമ്മൾ കയറി ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ചധികം നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. എനിക്ക് ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഈ ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ വാമി ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ അവളെ അങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗ്ലിറ്റർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പേപ്പേഴ്സ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവൾ അത് വെച്ച് കളിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മുൻപിലേക്ക് ഇരുന്നു കേട്ടോ. അങ്ങനെ അവൾ അതായിട്ട് കളിക്കായിരുന്നു. അങ്ങനെ അവളുടെ ടൈം കുറച്ചധികം പോയി. പിന്നെ ഞാനും കളിക്കാൻ കൂടി കേട്ടോ. എനിക്കിത് കളിക്കാൻ നല്ല ഇഷ്ടമായി. ഇതിങ്ങനെ പറക്കുക, ഊതുക, അങ്ങനെ വിടുക. ഞങ്ങൾ മാത്രമല്ല വേറെയും കുറേ പേര് അവിടെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ല. അത്യാവശ്യം നല്ല രീതിക്ക് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, റൈസ് സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ്, ബീഫ്, അങ്ങനെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കുറച്ച് ലോങ്ങിലായിരുന്നു. അങ്ങനെ കാറും എടുത്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്.
ഞാൻ എൻ്റെ സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നല്ല വെയിൽ കേട്ടോ, മഴയൊക്കെ പോയി ഇപ്പം നല്ല വെയിലായി. ഇനി എത്ര ദിവസം ഈ വെയിലുണ്ടാവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ വാമീനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വാമീനെ ഫോക്കസ് ചെയ്യരുത്, ഞാൻ നിൽക്കുമ്പോൾ അവരെ ഫോക്കസ് ഔട്ടായിട്ട് കാണിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാറിക്കൊടുക്കാമെന്ന്. അങ്ങനെ വാമീനെ ഞാൻ ഫോക്കസ് ചെയ്തു. ഞാൻ മുടി അയച്ചിട്ട് നോക്കിയിട്ടോ, എനിക്ക് ഭാഗ്യത്തിന് മുടി അയച്ചിട്ട് ഈ ഒരു സാരിക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഞാൻ കെട്ടി വെച്ചത് നന്നായെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ദെൻ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. വാമീനെ ഇനി വാമീൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ വാമി ഞാൻ സൺഗ്ലാസ്സൊക്കെ വെച്ച് കണ്ടിട്ട് പറയുകയാണ്, ഓ എന്താ സ്റ്റൈല് ചെറിയമ്മയുടെ സ്റ്റൈല് കൊള്ളാം അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും അടിപൊളി അവളെക്കാട്ട് സുന്ദരി ഞാനാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചു. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവളാണ് സുന്ദരി എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി അവളുടെ വീട്ടിലെത്തി. നമ്മൾ അവളെ ഡ്രോപ്പ് ചെയ്തു. എനിക്ക് സൺഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കെന്തോ നല്ല ഭംഗിയായി തോന്നി കേട്ടോ. അങ്ങനെ അവളുടെ അമ്മയും അതുപോലെ തന്നെ അവളുടെ അച്ഛമ്മയും അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് കയറിയില്ല കേട്ടോ, കാരണം നമുക്ക് ഇനിയും വേറെ 2-3 സ്ഥലത്തേക്ക് പോകാനുണ്ട്. സോ അവൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ് കേട്ടോ ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അമ്മ ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ കാറിൽ നിന്നിട്ട് എന്തോ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കാനോട്ടോ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കണേന്ന്. പിന്നെ ഞാൻ വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് കാറൊക്കെ അടച്ച് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ, ബോട്ടിലും കാര്യങ്ങളൊക്കെ. അങ്ങനെ കല്യാണം കഴിഞ്ഞെത്തിയിട്ടോ, ഭയങ്കര ക്ഷീണം. എനിക്കറിയില്ല, സാധാരണ അങ്ങനെ തന്നെയാണ്, അതായത് കല്യാണങ്ങൾ അതുപോലെ തന്നെ എവിടെയെങ്കിലും ലോങ് ആയിട്ട് പോയി ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട്. എനിക്ക് പിന്നെ കുറച്ച് നേരം കിടക്കണം, ചിലപ്പോൾ ഞാൻ ഉറങ്ങും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ എന്താണെന്നറിയില്ല, എനിക്ക് സാരി ഒന്ന് ചേഞ്ച് ചെയ്യണം ഫസ്റ്റ്. കാരണം സാരി ആണല്ലോ, എനിക്ക് സാരി ഉടുത്ത് നടക്കാനൊക്കെ ഇഷ്ടമാണ്, കുറേ നേരമൊക്കെ നടക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ടയേർഡാകുമ്പോൾ എനിക്ക് സാരി ഉടുത്ത് ഉറങ്ങാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ സാരി ഒന്ന് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്നുണ്ട്. കല്യാണം നല്ല കല്യാണമായിരുന്നു, മുസ്ലിംസിൻ്റെ കല്യാണമായിരുന്നു. നല്ല ഫുഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓഡിറ്റോറിയം ഡെക്കറേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഫുഡ് കൊടുക്കുന്ന പ്ലേസിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ സദ്യയൊക്കെ വിളമ്പണ പോലെ നമുക്കിങ്ങനെ വിളമ്പിത്തരും, എന്നാൽ ബൊഫേ പോലെ ബൊഫേ ഉണ്ട്, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവം. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, അതായത് റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് അങ്ങനെയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാനൊരു മിനിറ്റ് അങ്ങനെ തന്നെ കൈ ഓക്കെ, കുറേ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഡയറ്റാണ്, അതായത് റൈസ് കുറച്ചേക്കാണ്, അതാണ് മെയിനായിട്ടുള്ള ഡയറ്റ് എൻ്റെ. റൈസ് കുറച്ചേക്കാണ്, അതുപോലെ തന്നെ ഡിന്നർ കൂടുതലും സാലഡാണ് ഇപ്പോൾ കഴിക്കാറുള്ളത്. ഒരു 1 വീക്കിന് മേലെയായി ഇപ്പോൾ ഇത് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ചീറ്റ് ചെയ്തു ഗൈസ്. ഇന്ന് ഞാൻ റൈസ് കഴിച്ചു. ഇന്ന് അത്യാവശ്യം ഞാൻ റൈസ് കഴിച്ചു. സാധാരണ ഞാൻ ഒരു ചട്ടുകത്തിൻ്റെ പകുതിയെ ഞാൻ കഴിക്കാറുള്ളൂ. ഇന്ന് ഞാനൊരു 2 ചട്ടുകത്തോളം റൈസ് കഴിച്ചു. അത് കാരണം തന്നെ കുറേ ആയാലും ഇങ്ങനെ വയറ് നിറച്ചിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അത് കാരണം നല്ല ക്ഷീണം, ഒരു ഉറക്കമത്തൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം പോയിട്ട് കിടക്കട്ടെ, വിശ്രമിക്കട്ടെ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ. ഞാൻ കൂടുതൽ വിളിച്ച് നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.